കുട്ടികളോട് നിങ്ങൾക്ക് അമ്മയെ ചെയ്യുന്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തൊക്കെ പിള്ളേർ പറയാം? ഉപദേശം നിർദ്ദേശം കൊടുക്കാം. ഉപദേശം എന്തിനു തുല്യമാണെന്ന് പറയും. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ്, പരിപ്പ്, ചക്കക്കുരുക്കി ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ വീട്ടിൽ പതിവില്ലാത്ത പല ശബ്ദങ്ങൾ കേൾക്കാം. ചിലർക്ക് വെടിക്കെട്ട്, ചിലർക്ക് പാറ പൊട്ടിക്കുന്ന, ചിലർക്ക് കളകളാരം കൊടുക്കുന്ന, ചിലർക്ക് ടയറിന്റെ കാറ്റ് പോയതുപോലെ. മനസ്സിലായാലോ? ഇതിന് തുല്യമാണ് ഉപദേശം എന്ന് വെച്ചാൽ ഇത് വിടുന്ന ആൾക്ക് മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ, കിട്ടുന്ന ആൾക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ. ആരെങ്കിലും ഒരാൾ ഒരു സദസ്സിൽ ഇതൊക്കെ വിട്ടപ്പോൾ മറ്റുള്ളവർ ഞാൻ കാത്തിരിക്കുന്നു ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടോ എടുക്കാൻ? കേട്ടില്ലേ സഹോദരങ്ങളെ, എങ്ങനെയുണ്ട്? നല്ലൊരാശയത്തെ എത്ര വൃത്തികെട്ട നിലയിലാണ് ഈ മനുഷ്യൻ അവതരിപ്പിക്കുന്നത്. ഇതാണ് മോട്ടിവേഷൻ ഒരു ദുരന്തമായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതിൽ ആശയപരമായ ഒരു വൈരുദ്ധ്യമില്ലേ? ഉപദേശം വേണ്ട എന്ന് പറയാൻ ഇയാൾ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്? ഉപദേശം തന്നെ. ഞാനൊരു ലളിതമായ കഥ പറയാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം ഒന്നും കൂടെ മനസ്സിലാക്കാൻ കഴിയും. രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി നല്ല നിലയിൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഉജ്ജ്വലമായ ഭാവി സാധ്യതയുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. നല്ല കരിയറിന് സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ നല്ല നിലക്ക് പഠിച്ച് കോളേജിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ പുതിയ ചില ഫ്രണ്ട്ഷിപ്പ് അയാൾക്ക് കിട്ടി. പുതിയ ചില കൂട്ടുകാരെ ലഭിച്ചു. ആ കൂട്ടുകാരുമായി സമയം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ രാജിന് ബോധ്യമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ പുതിയ കൂട്ടുകാരുടെ ജീവിതത്തിൽ സാധാരണമായൊരു കാര്യമാണ് ലഹരി ഉപയോഗം. MDMA പോലെയുള്ള ഉപയോഗം അവരുടെ ജീവിതത്തിൽ ഒരു സാധാരണ സംഭവമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഒരിക്കൽ കൂട്ടുകാരുമായി ഒന്നിച്ചിരിക്കുന്നതിനിടയിൽ ഒരു കൂട്ടുകാരൻ അയാളോട് പറഞ്ഞു, നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, ഇത് വേറെ ലെവലാണ്, ഇതിൻ്റെ ഒരു ഫീല് വളരെ നല്ല ഫീലായിരിക്കും, അതുകൊണ്ട് ഇതൊന്ന് ഉപയോഗിക്ക് എന്ന് MDMA കൊടുത്തിട്ട് അവനോട് പറഞ്ഞു. രാജ് അല്പനേരം സംശയത്തോടെ ഒന്നിങ്ങനെ ചിന്തിച്ചു, ആലോചിച്ചു. അവൻ്റെ മനസ്സിൽ അവനിങ്ങനെ ചിന്തിച്ചിട്ട് അവൻ പറഞ്ഞു, ഇതൊക്കെ അപകടമുണ്ടാക്കുന്ന കാര്യമല്ലേ, ഇതൊന്നും എനിക്ക് വേണ്ട. ചിരിച്ചുകൊണ്ട് അവൻ്റെ കൂട്ടുകാരൻ വീണ്ടും അവനോട് പറഞ്ഞു, ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാനില്ല, നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, നിനക്ക് നല്ലൊരു ഫീൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ രാജ് ആദ്യ തവണ MDMA ആ രാവിൽ എടുത്തു. ആ രാത്രി MDMA ഉപയോഗിച്ചു. ആദ്യം ഒരു തലകറക്കം ഉണ്ടായെങ്കിലും ഒരു നല്ല അനുഭവമായിരുന്നു അന്നത്തെ ദിവസം അവനുണ്ടായത്. സന്തോഷകരമായ ഒരു അവസ്ഥയുണ്ടായി. പതിയെ MDMA എന്ന് പറയുന്ന മാരകമായ ലഹരി ഉപയോഗത്തിലേക്ക് അവൻ വഴുതി വീഴുകയും അത് നിത്യമായി ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? അവൻ്റെ കോഴ്സുകളെല്ലാം നിരാകരിക്കപ്പെട്ടു. അവൻ്റെ കുടുംബബന്ധം ആകെ പ്രശ്നമായി. മറ്റുള്ളവരുമായി അവനുള്ള ബന്ധം വശലായി. വലിയ തോതിലുള്ള ഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടായി. അവസാനം അവനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ ആ ഹോസ്പിറ്റലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ, ഈ മരുന്ന് ഉപയോഗിക്കുക എന്നത് വളരെ അപകടകരമായ ഒരു സംഗതിയാണ്, ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരു മരുന്നാണിത്. മോനെ, എനിക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഗൗരവം ഞാൻ അന്ന് അപ്പോൾ പറഞ്ഞു തന്നേനെ, പക്ഷേ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ എന്നൊക്കെ ഡോക്ടർ ഇതിൻ്റെ ഗൗരവം അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ രാജിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഇങ്ങനെ ഉറ്റുവീഴാൻ തുടങ്ങി. അവൻ ചിന്തിച്ചു, അവൻ ആലോചിച്ചു, ഇതേ ഒരു ഉപദേശം എനിക്ക് മുമ്പ് ആരൊക്കെയോ തന്നിരുന്നു, പക്ഷേ അന്ന് അതെല്ലാം ഞാൻ അവഗണിച്ചു. ഇപ്പോൾ അനുഭവമാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരു. ഞാൻ അനുഭവത്തിലൂടെ ഇത് എനിക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു. പക്ഷേ അപ്പോഴേക്ക് എല്ലാം നഷ്ടമായി. എൻ്റെ പഠനം, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സാമ്പത്തികമായ അവസ്ഥ, എൻ്റെ അഭിമാനം എല്ലാം നഷ്ടമായി തകർന്ന് വേദനകൾ സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് ഉപദേശത്തിൻ്റെ പ്രസക്തി. ഉപദേശം നമുക്ക് കിട്ടിയാൽ അത് സ്വീകരിക്കേണ്ട സമയത്ത് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപാട് വേദനകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇങ്ങനെയുള്ള നല്ല ആശയങ്ങളെയാണ് മോട്ടിവേറ്റർമാർ വന്ന് ഇവിടെ വൃത്തികേടാക്കി സമൂഹത്തിൽ ആകെ താറുമാറാക്കി കളയുന്നത്. എന്നിട്ട് അതിൻ്റെ പേരാണെങ്കിലോ മോട്ടിവേഷൻ.